ഇന്ന് നിങ്ങളെ കാണണം എന്ന് തീരുമാനിച്ചത് തുടർച്ചയായി നുണ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പാലക്കാട്ടെ BJPയുടെ നേതാവും ഇവിടെ കഴിഞ്ഞ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിലും അതിനു മുമ്പ് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലുമൊക്കെ സ്ഥാനാർത്ഥിയുമായിട്ടുണ്ടായിരുന്ന C. കൃഷ്ണകുമാറിൻ്റെ ഏറ്റവും വലിയൊരു നുണ, ഒരു ഇലക്ഷൻ ഫ്രോഡ്, അത് തുറന്നു കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അദ്ദേഹം മത്സരിച്ച, ഞാൻ പരിശോധിച്ച ഏകദേശം 5 തെരഞ്ഞെടുപ്പ് അഫിഡവിറ്റുകൾ, അദ്ദേഹത്തിന് 5 തെരഞ്ഞെടുപ്പ് അഫിഡവിറ്റുകളിൽ, എല്ലാ തെരഞ്ഞെടുപ്പ് അഫിഡവിറ്റുകളിലും ഓരോ അഫിഡവിറ്റും എന്ന് പറയുന്നത് സ്ഥാനാർത്ഥി റിട്ടേണിംഗ് ഓഫീസർക്ക് മുന്നിൽ സത്യവാചകം ചൊല്ലി, സത്യപ്രതിജ്ഞ ചൊല്ലി പൂർണ്ണമായും സത്യമാണെന്ന് പറഞ്ഞ് സമർപ്പിക്കേണ്ടതാണ് ഇലക്ഷൻ അഫിഡവിറ്റ്. ആ ഇലക്ഷൻ അഫിഡവിറ്റിൽ പച്ചക്കള്ളം പറഞ്ഞിരിക്കുകയാണ്. 5 വർഷം തുടർച്ചയായി ഒരേ കള്ളം ആവർത്തിച്ചിരിക്കുകയാണ്. 5 തെരഞ്ഞെടുപ്പുകൾ, 5 വർഷമല്ല, 5 തെരഞ്ഞെടുപ്പുകൾ, നിരവധി വർഷങ്ങളായി. അത് രാജ്യത്ത് നിലനിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പല നിയമങ്ങളുടെയും ലംഘനമാണ്. രാജ്യത്ത് നിലനിൽക്കുന്ന സെക്ഷൻ 125A റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾ ആക്ട് പ്രകാരം ഫോൾസ് അഫിഡവിറ്റ് കൊടുക്കുന്നത് ഒരു ക്രിമിനൽ ഒഫൻസാണ്. 6 മാസത്തെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ്. തെരഞ്ഞെടുപ്പുകൾ മത്സരിക്കുന്നതിനും ബാർ ചെയ്യാവുന്ന കുറ്റമാണ്. പ്രത്യേകിച്ച് ഒരു തവണയല്ല, ഏറ്റവും ചുരുങ്ങിയത് 5 തവണയെങ്കിലും റിപ്പീറ്റഡ് ഒഫൻസ് നടത്തിയതുകൊണ്ട് തീർച്ചയായിട്ടും ഏറ്റവും ചുരുങ്ങിയത് 3 വർഷമെങ്കിലും ജയിലിൽ കിടക്കുകയും ഇനി ഒരിക്കലും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കഴിയാതെ വരികയും ചെയ്യേണ്ട ഒരു കുറ്റകൃത്യമാണ് കൃഷ്ണകുമാർ ചെയ്തിട്ടുള്ളത്. ഞാൻ അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിലെയും ഞാൻ തൊട്ടുമുമ്പ് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലെയും അഫിഡവിറ്റുകൾ മാത്രമാണ് ഇപ്പോൾ പ്രിന്റ് ഔട്ട് ചെയ്തിട്ടുള്ളത്. ബാക്കിയെല്ലാം ഞാൻ പരിശോധിച്ചു. അതിൽ അദ്ദേഹം പറയുന്നത് ഏറ്റവും ഇതിൽ പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടതാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം നൽകിയിട്ടുള്ള അഫിഡവിറ്റിൽ അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന് നരേന്ദ്രമോദിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നികുതി പരിഷ്കരണമായിരുന്ന GST, ആ GSTയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് ഒരു ഡ്യൂവുമില്ല എന്നാണ് അദ്ദേഹം ഇത് സൂചിപ്പിച്ചിട്ടുള്ളത്. GST ഡ്യൂ ഇല്ല എന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചിട്ടുള്ളത്. 2, അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് 9B, കോൺട്രാക്ട്സ് വിത്ത് അപ്രോപ്രിയേറ്റ് ഗവൺമെന്റ് ആൻഡ് എനി പബ്ലിക് കമ്പനി ഓർ കമ്പനീസ്, ഡീറ്റെയിൽസ് ഓഫ് കോൺട്രാക്ട്സ് എൻറ്റേർഡ് ബൈ ദ കാൻഡിഡേറ്റ് നിൽ. അത്തരത്തിൽ ഏതെങ്കിലും കമ്പനികളുമായിട്ടൊന്നും ഒരു കരാറും ഇല്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. 2, ഡീറ്റെയിൽസ് ഓഫ് കോൺട്രാക്ട്സ് എൻറ്റേർഡ് ഇൻ ടു ബൈ പാർട്ട്ണർഷിപ്പ് ഫേംസ് ഇൻ വിച്ച് കാൻഡിഡേറ്റ് ഓർ സ്പൗസ് ഓർ ഡിപ്പെൻഡൻസ് ആർ പാർട്ട്നേഴ്സ്. അദ്ദേഹം പാർട്ട്ണർ ആയിട്ടുള്ള ഏതെങ്കിലും കമ്പനി ഇങ്ങനെ കരാറുകളിലൊക്കെ ഏർപ്പെട്ടിട്ടുണ്ടോ, അങ്ങനെ കമ്പനി ഉണ്ടോ എന്ന് വെച്ചാൽ അതിലും അദ്ദേഹം നിൽ എന്നാണ് എഴുതിയിട്ടുള്ളത്. അതായത് തനിക്കൊരു കമ്പനിയുമായും പാർട്ട്ണർഷിപ്പ് ഇല്ലെന്നും, താനൊരു കമ്പനിയുടെയും പാർട്ട്ണർഷിപ്പില്ലെന്നും, അത്തരത്തിൽ എനിക്കൊരു GST ഡ്യൂവുമില്ലെന്നും, പിന്നെ ഏതെങ്കിലും തരത്തിൽ കരാറുകളില്ലെന്നും ഒക്കെയാണ് ഇദ്ദേഹം എഴുതി വെച്ചിട്ടുള്ളത്. ഞാൻ ഇവിടെ നിങ്ങളുടെ മുന്നിൽ ഹാജരാക്കാൻ ഉദ്ദേശിക്കുന്ന 2 രേഖകൾ, ഒന്ന് ഓഫീസ് ഓഫ് ദ സൂപ്രണ്ട് സെൻട്രൽ ടാക്സ് ആൻഡ് സെൻട്രൽ എക്സൈസ് GST ഭവൻ കലൂർ കൃഷ്ണകുമാറിന് കൊടുത്ത നോട്ടീസാണ്. ഇത് കൃഷ്ണകുമാറിന്റെ കമ്പനി കൈറ്റ് ലോജിസ്റ്റിക്സിന്റെ 2018 മുതൽ 2021 വരെയുള്ള GST ഡ്യൂവിന്റെ നോട്ടീസാണ്. ഈ കാലഘട്ടത്തിൽ നടന്ന തെരഞ്ഞെടുപ്പുകളിലെ അഫിഡവിറ്റിലും അദ്ദേഹം ഇതേ കാര്യമാണ് പറഞ്ഞത്, നിൽ എന്നാണ് പറഞ്ഞത്. അന്ന് ഡ്യൂ ആയിരുന്നു എന്നുള്ള GST ഡിപ്പാർട്ട്മെന്റ് അദ്ദേഹത്തിന് കൊടുത്തിട്ടുള്ള നോട്ടീസാണ് എൻ്റെ കൈവശം ഇരിക്കുന്നത്. 2, ഇദ്ദേഹത്തിന്റെ കമ്പനിക്ക് അകത്ത് പാർട്ട്ണർമാരുമായിട്ട് പ്രശ്നമുണ്ടായപ്പോൾ ഇദ്ദേഹവും ഇദ്ദേഹത്തിന്റെ പാർട്ട്ണറായിട്ടുള്ള വസന്ത് കുമാർ പറക്കാട്ടും ചേർന്ന് ഇൻസ്പെക്ടർ ജനറൽ ഓഫ് രജിസ്ട്രേഷൻ, ഓഫീസ് ഓഫ് ദ ഇൻസ്പെക്ടർ ജനറൽ ഓഫ് രജിസ്ട്രേഷൻ വഞ്ചിയൂർ തിരുവനന്തപുരത്ത് കൊടുത്ത ഒരു കത്തുണ്ട്. ആ കത്തിൽ കൃത്യമായി പറയുന്നുണ്ട്, ദ ഫേം കൈറ്റ് ലോജിസ്റ്റിക്സ് ഇനീഷ്യലി ഇൻ ടു മാൻ പവർ സപ്ലൈ ഹാസ് 3 പാർട്ട്നേഴ്സ്. ദ അതർ പാർട്ട്നേഴ്സ് ആർ മിസ്റ്റർ കൃഷ്ണകുമാർ C ആൻഡ് മിസ്റ്റർ സുനിൽ കാരാട്ട് എന്ന് പറഞ്ഞിട്ടാണ് ഈ കത്ത് കൊടുത്തിട്ടുള്ളത്. അതായത് തനിക്കൊരു കമ്പനി സ്ഥാപനമുണ്ടെന്നും താൻ അതിലെ പാർട്ട്ണറാണെന്നും പറഞ്ഞ് ഗവൺമെന്റിന് കൊടുത്തിട്ടുള്ള കത്താണ്. പക്ഷേ ഇലക്ഷൻ അഫിഡവിറ്റ് വരുമ്പോൾ ഇദ്ദേഹം ഇത് രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റ്, ഓഫീസ് ഓഫ് ദ ജനറൽ രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റ് കൊടുത്തിട്ടുള്ള ലെറ്ററാണ്.
ഇദ്ദേഹം പാർട്ണറാണ്, അദ്ദേഹത്തിന് പാർട്ണർഷിപ്പ് ഉണ്ട്. അപ്പോൾ പാർട്ണർഷിപ്പുള്ള കാര്യം ഇദ്ദേഹം മറച്ചു വെച്ചു എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. എൻ്റെ ചോദ്യം കൃഷ്ണകുമാറിനോടേ അല്ല, എൻ്റെ ചോദ്യം ഇലക്ഷൻ കമ്മീഷനോടാണ്. രാജ്യത്തെമ്പാടും വോട്ട് ചോരിയുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ച നടക്കുന്ന സമയമാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് സമയത്ത് എൻ്റെ ചോദ്യം പാലക്കാട്ടെ അന്നത്തെ റിട്ടേണിംഗ് ഓഫീസർ അടക്കമുള്ള ഇലക്ഷൻ കമ്മീഷനോടാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് സമയത്ത് ഇതൊരു പരാതിയായി ഇലക്ഷൻ കമ്മീഷന്റെ മുൻപാകെ വന്നിരുന്നോ? വന്നിട്ടുണ്ടെങ്കിൽ പരാതിക്കാരനെ നിങ്ങൾ ഹിയറിംഗിന് വിളിച്ചിരുന്നോ? ഹിയറിംഗിന് വിളിക്കാതെ നിങ്ങൾ ഈ പരാതി അട്ടിമറിക്കുകയാണോ ചെയ്തത്? ഈ 3 ചോദ്യങ്ങൾ ഇലക്ഷൻ കമ്മീഷന് മുൻപാകെ ഉന്നയിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പാലക്കാട്ടെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP സ്ഥാനാർത്ഥിയുടെ സ്ഥാനാർത്ഥിത്വം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ഇലക്ഷൻ കമ്മീഷൻ ഈ ഇലക്ഷൻ ഫ്രോഡിന് കൂട്ടുനിന്നു എന്ന ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് ഞാൻ നിങ്ങളുടെ മുൻപാകെ ഉന്നയിക്കുന്നത്. ഇതിന് മറുപടി പറയേണ്ടത് കൃഷ്ണകുമാർ അല്ല, ഇലക്ഷൻ കമ്മീഷനാണ്. കൃഷ്ണകുമാർ ഒരു ഹാബിച്വൽ ഒഫൻഡറാണ്, സ്ഥിരമായി നുണ പറയുന്നയാളാണ്, നുണ പറയുന്നതിൽ വൈദഗ്ധ്യമുള്ളയാളാണ്. 100 തവണ ഒരു നുണ പറഞ്ഞാൽ സത്യമാകും എന്ന് വിശ്വസിക്കുന്ന ഗീബൽസിയൻ തന്ത്രം പ്രയോഗിച്ച് ഏത് നുണയെയും ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നയാളാണ്. അതവിടെ നിൽക്കട്ടെ. പക്ഷേ ഇവിടെ ഇലക്ഷൻ കമ്മീഷൻ മറുപടി പറയേണ്ടത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഈ പരാതി റിട്ടേണിംഗ് ഓഫീസർ മുൻപാകെ വന്നപ്പോൾ അങ്ങനെ പരാതി വന്നിട്ടുണ്ടോ? വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഹിയറിംഗിന് വിളിച്ചിട്ടുണ്ടോ? ഹിയറിംഗിന് വിളിക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ എന്താണ് കാരണം? ആരൊക്കെയാണ് അതിന് പുറകിൽ കളിച്ചത്? നിങ്ങൾക്കറിയാം, ഇന്ത്യയിൽ ഏറ്റവും ആദ്യം കഴിഞ്ഞ തവണ പ്രഖ്യാപിക്കപ്പെട്ട സ്ഥാനാർത്ഥിത്വം BJPയുടെ സ്ഥാനാർത്ഥിത്വം അത് കൃഷ്ണകുമാറിൻ്റെതായിരുന്നു. കൃഷ്ണകുമാറിന്റെ സ്ഥാനാർത്ഥിത്വം മാത്രം BJPയുടെ പാർലമെന്ററി ബോർഡ് അല്ല പ്രഖ്യാപിച്ചത്. അത് ഇലക്ഷനും 3 വർഷം മുമ്പ് അന്ന് BJPയുടെ പാലക്കാട് കേരളത്തിലെ ചാർജ് ഉണ്ടായിരുന്ന ഉത്തർപ്രദേശുകാരൻ യോഗി ആദിത്യനാഥിനോട് ഗ്രൂപ്പ് വഴക്കിനെ തുടർന്ന് യോഗി ആദിത്യനാഥിനെതിരായി നിലകൊണ്ടിരുന്ന മുൻ ഗോരഖ്പൂർ MLAയും പിന്നീട് അവിടെ നിന്ന് രാജ്യസഭാ MP ആയി BJP കൊണ്ടുപോയി യോഗി ആദിത്യനാഥിനെ തകർക്കാൻ വേണ്ടി മോദിയും അമിത്ഷായും ഇപ്പോൾ പാർലമെന്ററി ബോർഡിലും വെച്ചിട്ടുള്ള അഗർവാൾ ഡോക്ടർ, അദ്ദേഹം 3 വർഷം മുമ്പ് പാലക്കാടത്തിൽ പ്രഖ്യാപിക്കുകയാണ് അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കൃഷ്ണകുമാർ സ്ഥാനാർത്ഥിയാണ്. ഇത് BJPയുടെ ചരിത്രത്തിലില്ലാത്തതാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും BJPയുടെ കേന്ദ്ര നേതൃത്വം കൃഷ്ണകുമാറിന്റെ സ്ഥാനാർത്ഥിത്വം എത്ര നേരത്തെ തീരുമാനിച്ചു, എത്രമേൽ ആഗ്രഹിച്ചിരുന്നു, ആരൊക്കെയാണ് സ്ഥാനാർത്ഥിത്വത്തിന് വേണ്ടി ചരടുവലികൾ നടത്തിയത്, അതൊക്കെ പിന്നീട് പറയേണ്ട കാര്യമാണ്. പക്ഷേ കൃഷ്ണകുമാറിന്റെ സ്ഥാനാർത്ഥിത്വം നഷ്ടപ്പെടുമെന്ന ഘട്ടം വന്നപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ എങ്ങനെയാണ് ഇത്ര ഗുരുതരമായിട്ടുള്ള പിഴവ് കണ്ടില്ല എന്ന് നടിച്ചത് എന്ന് സംബന്ധിച്ച് മറുപടി പറയേണ്ടത് ഇലക്ഷൻ കമ്മീഷനാണ്. ഇത് വോട്ട് ചോരിയുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്.